ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള പുതിയ വിവാദത്തിൽ UDF-നുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നു. പദ്ധതിക്കെതിരെ മുസ്ലിം ലീഗ് പരസ്യമായി വന്നതിൽ കോൺഗ്രസിന് അതൃപ്തി. അന്തിമ തീരുമാനം വൈകുമെന്ന് സൂചന. അതേസമയം സംഘപരിവാറിന് UDF അണികളെ ഒറ്റുകൊടുത്തു കിട്ടുന്ന ബ്ലഡ് മണിയാണ് PM ശ്രീ ഫണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചു. PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് UDF യോഗശേഷം കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ് പുതിയ വിവാദത്തിന്റെ തുടക്കം. മന്ത്രിസഭാ ഉപസമിതി ഇക്കാര്യത്തിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയോ അന്തിമ തീരുമാനമാകുകയോ ചെയ്യാത്ത വിഷയത്തിൽ മുസ്ലിം ലീഗാണ് വിയോജിപ്പ് പരസ്യമാക്കിയത്. PM ശ്രീ നടപ്പാക്കുന്ന കാര്യം ഉറപ്പില്ല എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. ലീഗ് പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ അടൂർ പ്രകാശ് നിലപാടിൽ മലക്കം മറിയുകയും ചെയ്തു. ഇതോടെ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധത്തിനിടെ പദ്ധതി നടപ്പാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നുവെന്ന പ്രതീതി ഉടലെടുത്തു. ലീഗിന്റെ പരസ്യ പ്രതികരണത്തിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുകയാണ്. മന്ത്രിസഭാ ഉപസമിതിയെ വെക്കാനും തുടർ നടപടിയുമായി മുന്നോട്ടു പോകാനും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. എന്നാൽ പൊടുന്നനെ ലീഗ് ഭിന്നത പ്രകടിപ്പിച്ചത് UDF-നുള്ളിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന പ്രചരണത്തിനിടയാക്കിയെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. പദ്ധതിയുടെ കാര്യത്തിൽ ഉടൻ അന്തിമ തീരുമാനം എടുക്കേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. അതേസമയം PM ശ്രീ ഫണ്ട് കേരളം വാങ്ങിയിട്ടില്ല എന്നും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിൽ തടസ്സമില്ല എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയതോടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. UDF പ്രചരിപ്പിച്ചു വന്ന കാര്യം ഒരു തരത്തിലും ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ LDF-കാർ ഈ MOU ഒപ്പിട്ട് കഴിഞ്ഞു. MOU ഒപ്പിട്ടാൽ പിന്നെ അതിൽ നിന്ന് പുറകോട്ട് പിന്മാറാൻ പറ്റില്ല. പിന്മാറാൻ എപ്പോഴും അവകാശമുണ്ട്. സ്കൂളുകളിൽ ലിസ്റ്റ് നൽകിയില്ലെങ്കിൽ ഈ പദ്ധതി നടപ്പാക്കാനാവില്ല. UDF ഇവിടെ എന്താ ആലോചിക്കുന്നത്? മോഡൽ സ്കൂളുകളുടെ ലിസ്റ്റ് നൽകാനാണ്. ഇവിടെ LDF ഒപ്പിട്ട MOUയുടെ ഭാഗമായിട്ട് ഒരു ഘട്ടത്തിലും അതിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. ഒരു തവണയല്ല, ഞാൻ ഈ പത്രസമ്മേളനത്തിൽ നിരവധി തവണ അത് പറഞ്ഞു. ബുധനാഴ്ചയാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ അവസാന യോഗം. സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വിഷയം പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.